ൊപ്പം ചേരുന്നു ഡോക്ടർ മോഹൻ വർഗീസ് നമ്മോടൊപ്പം ചേരുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, ഇതിപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഇത്ര വലിയൊരു ഭൂരിപക്ഷം പാലക്കാട്ട് UDF-ന് ലഭിക്കുമെന്നായിരുന്നില്ല. പാലക്കാട് ഒരു പ്രതീക്ഷ UDF-ന് കാര്യമായി ഉണ്ടായിരുന്നുവെങ്കിൽ പോലും BJP-ക്കെതിരെ 18,724 എന്ന ഭൂരിപക്ഷം ഒരുപക്ഷെ അവർ കൂടി പ്രതീക്ഷയായിരുന്നില്ല. രഞ്ജിത്ത്, ഇവിടെ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചതിൻ്റെ ഒരു 4 മടങ്ങെങ്കിലുമായി ഒരു 5000 വോട്ടോളമുള്ള ഭൂരിപക്ഷം സ്വാഭാവികമായി UDF പ്രതീക്ഷിച്ചത് തന്നെയാണ്. പക്ഷേ ഒരുപക്ഷെ അന്തിമ കണക്ക് വരുമ്പോൾ 19,000-ഓ 20,000-ഓ ആയി ഭൂരിപക്ഷം വർദ്ധിക്കുമ്പോൾ അത് തികച്ചും അപ്രതീക്ഷിതം തന്നെയാണ്. ഏതാണ്ട് എല്ലാ ഫാക്ടേഴ്സും UDF-ന് പ്രതികൂലമാകുമെന്ന് കരുതിയിരുന്ന ഏതാണ്ട് എല്ലാ ഫാക്ടേഴ്സും തന്നെ അവസാന നിമിഷം UDF-ന് അനുകൂലമാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. സന്ദീപ് വാര്യരുടെ വരവ് പോലും ഒരു പരിധിവരെ ന്യൂനപക്ഷങ്ങളെ കോൺഗ്രസിൽ നിന്ന് അകറ്റും എന്ന ഒരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. പിരായിരി പഞ്ചായത്ത് എണ്ണിയപ്പോൾ നല്ല ഭൂരിപക്ഷമാണ് UDF-ന് ലഭിച്ചത്. മുസ്ലിം മേഖലകളിലും വലിയ മുന്നേറ്റം തന്നെയാണ് UDF-ന് ലഭിച്ചത്. അതിനുള്ള പരിഭവം ഇടതുപക്ഷത്തു നിന്നും CPM-ൻ്റെ ജനറൽ സെക്രട്ടറി തന്നെ MP ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നു. കാരണം ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെയും SDP-യുടെയും ഒരു വിജയം എന്ന രീതിയിലാണ്. ഒരു ന്യൂനപക്ഷ മുസ്ലിം കൺസോളിഡേഷൻ UDF-ന് അനുകൂലമായി രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി സംഭവിച്ചു എന്ന രീതിയിലുള്ള പരിഭവം പറച്ചിലാണ്. അത് ശരി തന്നെയാണ്, അങ്ങനെ സംഭവിച്ചു. അങ്ങനെ സംഭവിച്ചതിൻ്റെ പിന്നിൽ ഇടതുപക്ഷത്തിനും ന്യായമായ കാരണങ്ങളുണ്ട്. നമ്മൾ ആ പെട്ടി വിവാദം വളരെ വളരെ മോശമായ രീതിയിലാണ് കൈകാര്യം ചെയ്തത്. നമുക്കറിയാം, പെട്ടി ശിങ്കാരപ്പെട്ടി നീലപ്പെട്ടി തുറന്നപ്പോൾ അപകടം മണത്തു LDF. നോക്കൂ, പെട്ടിയിൽ നിന്നും പുറത്തു വന്നത് ദുർഭൂതമായിരുന്നു LDF-നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ആ പെട്ടി വിവാദമോ പരസ്യ വിവാദമോ ഒന്നും തന്നെ LDF-നെ സഹായിക്കാൻ ഉണ്ടായില്ല എന്നത് വിധി വൈപരീത്യം തന്നെയാണ്. നടത്തിയ അവകാശവാദങ്ങളൊക്കെ വലുതാണ്. പക്ഷേ അതൊക്കെ അവകാശവാദമാണ്. സ്വാഭാവികമായിട്ട് 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മുന്നണി എന്ന രീതിയിൽ ആ തരത്തിൽ തന്നെ ആയിരിക്കുമല്ലോ ഈ പരാജയം അവർ വ്യാഖ്യാനിക്കാൻ പോകുക. പക്ഷെ BJP-ക്ക് എന്ത് സംഭവിച്ചു? BJP-യുടെ പ്രധാനപ്പെട്ട സ്ട്രോങ് ഹോൾഡ് ബെൽറ്റുകളിൽ നഗര കേന്ദ്രങ്ങളിൽ പോലും ഈ രീതിയിലുള്ള ശക്തിക്ഷയം ഉണ്ടായത്. ഇത് LDF-ന് ആശ്വസിക്കാൻ ചേലക്കരയുണ്ട്. UDF-ന് 2 സീറ്റും നിലനിർത്തി എന്ന് പറയാം. BJP-ക്ക് കാര്യമായിട്ട് നഷ്ടപ്പെട്ടിട്ടില്ലേ? അത് ഈ തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്ക് ഒരു പക്ഷേ BJP സംസ്ഥാന ഘടകത്തെയൊക്കെ ബാധിക്കുന്ന രീതിയിൽ ഒരു കാര്യമാകും എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും അപർണ, BJP-യെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു തിരിച്ചടി പാലക്കാട് സംഭവിച്ചിരിക്കുന്നു. നഗരമേഖലയിൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന 6,800-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഇപ്പോൾ കംപ്ലീറ്റ്ലി വൈപ്ഡ് ഓഫ് ആയി. രാഹുൽ മാങ്കൂട്ടത്തിന് ചെറിയൊരു ഭൂരിപക്ഷം ഉണ്ടാകുന്ന ഒരു കാഴ്ച കണ്ടു. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് BJP-യെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതീക്ഷയുണ്ടായിരുന്ന മേഖലകളിൽ പിന്തള്ളപ്പെട്ടു. BJP-യുടെ നഷ്ടം UDF-ന്റെ നേട്ടമായി മാറുന്ന ഒരു കാഴ്ച കണ്ടു. അതേസമയം P. സരിൻ ഒരു ചെറിയ തോതിൽ വോട്ട് വർദ്ധിപ്പിക്കുന്ന ഇടതുപക്ഷത്തിന് വേണ്ടി ചെറിയ തോതിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ഇപ്പോഴും 3-ാം സ്ഥാനത്താണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ മൃഗീയമായ ഒരു ഭൂരിപക്ഷം UDF-ന് ലഭിക്കുമെന്നത് എല്ലാ ഒപ്റ്റിമിസ്റ്റിക് കണക്കുകൂട്ടലുകൾക്കും അതീതമായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, വിവാദങ്ങൾ ഒരു പരിധിവരെ യേശുമെന്ന പ്രതീക്ഷ അസ്ഥാനത്തായിരിക്കുന്നു. അതുകൊണ്ടാണ് UDF-ന്റെ സംഘടനാ സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചു. വെളിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഒരു സ്ഥാനാർത്ഥി എന്ന ഒരു പേരുദോഷം ഉണ്ടായിരുന്നു ഒരു പരിധിവരെ രാഹുൽ മാങ്കൂട്ടത്തിന്. അത് ഏശിയില്ല. UDF-നെതിരെ പെട്ടി വിവാദം വന്നു, അത് ബൂമറാങ് ചെയ്തു. LDF കൊടുത്ത പത്രപരസ്യം ബൂമറാങ് ചെയ്തു. അത് മാത്രമല്ല, BJP-ക്കെതിരെ വന്ന ഒരു പരാമർശം ഈ കുഴൽപ്പണ ഇടപാട്, ഈ കുഴൽപ്പണ ഇടപാട് പോലും ഒരു സംശയത്തിന്റെ പ്രതീതി ജനിപ്പിച്ചു. BJP-ക്കുള്ളിലെ ഈ ബന്ധങ്ങൾ അത്ര ദൃഢമല്ല എന്ന സൂചന കൂടിയാണ് വരുന്നത്. ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവ് പറ്റിയോ എന്ന രീതിയിൽ ഒരുപക്ഷെ BJP-ക്കുള്ളിൽ ആലോചനകൾ ഉണ്ടാകാം. ശോഭാ സുരേന്ദ്രൻ ഉഗ്രമായ പോരാട്ടം എവിടെയെല്ലാം മത്സരിച്ചോ അവിടെയെല്ലാം ഉഗ്രമായ പോരാട്ടം കാഴ്ചവെച്ച ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെയെങ്കിൽ ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കി പ്രാദേശിക ഒരു പരിഗണന വെച്ചുകൊണ്ട് C. കൃഷ്ണകുമാറിന് സ്ഥാനാർത്ഥിത്വം കൊടുത്തപ്പോൾ അത് ഗുണമാണോ ഉണ്ടായത്? പ്രതീക്ഷിച്ച ഗുണം അതുകൊണ്ട് ഉണ്ടായോ എന്നത് BJP കണ്ടെത്തിയ ന്യായം. ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ BJP-യുടെ ഒരു സിറ്റിംഗ് സീറ്റ് അല്ല. അവിടെ അവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുമായി ബന്ധപ്പെട്ട് 3000 വോട്ട് കുറഞ്ഞിട്ടുണ്ട്. E. ശ്രീധരൻ എന്ന ഒരു വ്യക്തിത്വം മത്സരിച്ചപ്പോൾ ലഭിക്കുന്ന വോട്ട് ഇവിടെ കിട്ടണമെന്നില്ല എന്ന ന്യായീകരണമാണ് C. കൃഷ്ണകുമാർ അല്പം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്.
പക്ഷേ ശ്രീ രഞ്ജിത്ത്, ഓരോ ഘട്ടമായി BJP വോട്ട് ഷെയർ ഉയർത്തുകയായിരുന്നു. 19 ഉദയഭാസ്കർ മത്സരിച്ചപ്പോൾ 19% ഉണ്ടായിരുന്ന വോട്ട് ഷെയർ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ 29%, ഇ ശ്രീധരൻ മത്സരിച്ചപ്പോൾ 35%, 50,000 വോട്ടായും ഉയർത്താൻ കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഒരു പടിയിറക്കം തന്നെയാണ് BJPയുടെ പീക്ക് ടൈം ഈസ് ഓവർ ഇൻ പാലക്കാട് എന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ട് ഇവിടെ നിന്നും ഇനി പാഠം പഠിച്ചുകൊണ്ട് ഒരുപക്ഷെ BJPക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ കാര്യമായി വെളിയിൽ വന്നിട്ടില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുപക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാനുള്ള ചെറിയ സാധ്യതയും തള്ളിക്കളയാനില്ല. ശ്രീ മോഹൻ വർഗീസ്, അതിനിടയിൽ വലിയ ഒരു വിജയത്തിലേക്ക് UDF എത്തുന്ന സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ 5 ഇരട്ടി എന്നൊക്കെ പറയുന്ന ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്കൊക്കെ ലീഡിലേക്കൊക്കെ എത്തിയ ഒരു സാഹചര്യത്തിൽ പോലും കെ മുരളീധരൻ ഇതിനിടയിൽ നടത്തുന്ന ഒരു കുത്തുണ്ട്. അദ്ദേഹം ഈ പ്രചാരണത്തിന്റെ ഉടനീളം നടത്തിയ ഭരണവിരുദ്ധ വികാരമില്ല, അതെ, ഹസൻ നൽകി. ഇതൊരു LDF രണ്ടാമത് എത്തുമായിരുന്നു എന്നാണ് പറയുന്നത്. കെ മുരളീധരൻ പറയുന്നത് സന്ദീപ് വാര്യർ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല, ഒരാൾ കോൺഗ്രസിലെത്തി എന്നതേ ഉള്ളൂ എന്നുള്ളത്. മുരളീധരൻ ഇതിനു ശേഷം എന്ത് പറയും? അദ്ദേഹം പറഞ്ഞേക്കുമെന്നൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. ഇതൊക്കെ ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസിൽ നടക്കുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇത്രയും വലിയ ആഘോഷത്തിനിടയിലും ഇങ്ങനെയുള്ള കല്ലുകടിയൊക്കെ സ്വാഭാവികമാണ് കോൺഗ്രസിൽ. അത്രയും കരുതിയാൽ മതിയോ? അപർണ, അത് ജനാധിപത്യ പാർട്ടിയാണ്, കോൺഗ്രസ് ഒരു മാസ് പാർട്ടിയാണ്. അവിടെ പൊട്ടലും ചീറ്റലും പൊട്ടിത്തെറികളും എല്ലാം ഉണ്ടാകും. ശ്രീ കെ മുരളീധരൻ്റെ ഭാഗത്ത് നിന്ന് ഈ പലപ്പോഴും അബദ്ധ പ്രസ്താവനകൾ പലപ്പോഴും വരാറുണ്ട്. അതിന് വാർത്താമാധ്യമങ്ങളിൽ പ്രാധാന്യവും ലഭിക്കാറുണ്ട്. പക്ഷേ അതിനപ്പുറത്തൊരു ചെറിയ പരിഭവം കെ മുരളീധരന് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന പൊതുപരിഭവം എന്നതിൽ കവിഞ്ഞ ഒരർത്ഥം അതിനകത്ത് ഇപ്പോൾ കൊടുക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തോട് കൺസൾട്ട് ചെയ്ത് ഇറക്കിയ ഒരു സ്ഥാനാർത്ഥിയല്ല. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പേര് ജില്ലാ കമ്മിറ്റി പരിഗണിച്ച് DCCയുടെ നോമിനിയായി അദ്ദേഹം വന്നതുമാണ്. അദ്ദേഹം പരിഗണിക്കപ്പെടാതെ ഇരുന്നു എന്നതിൻ്റെ ഒരു പരിഭവം പല രൂപത്തിൽ വെളിയിൽ വരുന്നതാണ് എന്നതിന് ഉപരിയായ ഒരു നിറം അതിനകത്ത് കൊടുക്കേണ്ടതില്ല. ഇണങ്ങിയും പിണങ്ങിയും എല്ലാം തന്നെയാണ് കെ മുരളീധരൻ എല്ലാ കാലത്തും കോൺഗ്രസിൽ നിന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു നേതൃത്വം VD സതീശനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും എല്ലാം ചേർന്ന് ഹൈജാക്ക് ചെയ്യുകയും KPCC പ്രസിഡന്റ് കെ സുധാകരൻ മാപ്പുസാക്ഷിയാവുകയും ചെയ്യുന്നു എന്ന ഒരു പരിഭവം കെ മുരളീധരനുണ്ട്. ആ പരിഭവത്തിന്റെ പൊട്ടലും ചീറ്റലും തന്നെയാണ് ഇങ്ങനെ വരുന്ന വേറിട്ട പ്രസ്താവനകളിൽ കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, തുടരുക ശ്രീ